അതുപോലെ നമുക്ക് ബിദ്അത്തിന്റെ വിഷയത്തിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ഒരു അസർ. എന്താണ് അസറിലുള്ളത്? ഇമാം അൽ ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഒരിക്കൽ ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷം, ഫജ്ർ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരു വ്യക്തി ധാരാളമായി നിസ്കരിക്കുന്നത്, 2 റക്അത്ത് സുന്നത്താണല്ലോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്, 2 റക്അത്തിന് പുറമെ അദ്ദേഹം ധാരാളമായി നിസ്കരിക്കുകയായിരുന്നു. സുബ്ഹിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം ധാരാളമായി ഒരു വ്യക്തി നിസ്കരിക്കുകയായിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ്. ആരാ സഈദ് ഇബ്നുൽ മുസയ്യിബ്? താബിഈങ്ങളിലെ ഏറ്റവും അറിവുള്ള വ്യക്തി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ ഭർത്താവ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ചോദിക്കാറുള്ളത്, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഞാൻ നിസ്കാരമല്ലേ നിർവഹിക്കുന്നത്, അതിന്റെ പേരിൽ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ബൽ യുഅദ്ദിബുകല്ലാഹു അലാ ഖിലാഫിസ് സുന്നah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപേക്ഷിച്ച് പുതിയൊരു മാർഗം നീ ചെയ്തത് കാരണത്താൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചേക്കാമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇത് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകാർക്കെതിരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വലിയൊരു ആയുധമാണ്. കാരണം ഞാൻ ചെയ്യുന്നത് പുണ്യകർമ്മല്ലേ, ഞാൻ ചെയ്യുന്നത് നിസ്കാരമാണല്ലോ. നമ്മുടെ നാട്ടിൽ ചില ബിദ്അത്തുകൾ അങ്ങനെയാണ് ആളുകൾ പറയാറുള്ളത്, ഇത് നിസ്കാരമല്ലേ, ഇത് ഖുർആൻ ഓതുന്നതല്ലേ, എന്തിനാണ് നിങ്ങളത് വിമർശിക്കുന്നത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാണ്, നിസ്കാരം വിലക്കപ്പെട്ട സമയത്ത് നീ ഇങ്ങനെ ഈ രൂപത്തിൽ നിസ്കരിക്കുന്നുവെങ്കിൽ നീ സുന്നത്തിനെതിരായ കർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെതിരായ കാരണത്താൽ നിന്നെ ശിക്ഷിച്ചേക്കാമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം.